ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടാ. ഞങ്ങൾ എനർജറ്റിക് ആക്കാൻ നോക്കിയതാ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് പറഞ്ഞ കൊക്കോ പൗഡർ ആണ്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ. കൊക്കോ പൗഡർ ചോക്ലേറ്റ് ഞാൻ ഉണ്ടാക്കി. ഞങ്ങൾക്ക് കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കാൻ ആഗ്രഹം. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിട്ട് വിപ്പിംഗ് ക്രീം വാങ്ങിയാണ്. പക്ഷെ വീഡിയോ കണ്ടു വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഡാർക്ക് ചോക്ലേറ്റും വാങ്ങി ഇതുകൊണ്ടത്. അപ്പൊ ഇതിൽ ഏത് വെച്ച് ഉണ്ടാക്കണം ഞങ്ങളുടെ കൺഫ്യൂഷൻ. ഇതും വെച്ച് നമുക്ക് ഉണ്ടാക്കാം, ഇതും വെച്ചുണ്ടാക്കാം. മിക്കത് ഞങ്ങൾ രണ്ടും വെച്ച് ഉണ്ടാക്കുന്നത് അവിടെ അടുത്ത് പോണു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി അയ്യോ കഞ്ഞി വെച്ചിട്ടുണ്ട് ഞങ്ങള് അടുക്കളയില്, സോറി ചോറ് വെച്ചിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി വില്ലേജ് കുക്കിംഗ് ചാനലിന്റെ റോഡി വില്ലേജ് കുക്കിംഗ് ചാനലിന്റെ ആളെ പേരെന്താ ഫിറോസ്. അപ്പൊ ഫിറോസ് പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മുടെ പരിപാടി ചോക്ലേറ്റ് ഐസ്ക്രീം. എല്ലാവരും വാങ്ങ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ആദ്യം നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മള് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഒഴിക്കണം. ഒഴിച്ചു വന്നപ്പോ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട ഓൾറെഡി. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സംശയം. ഇത് ശരിക്കും ബിസ്ക്കറ്റ് വേണം നമ്മൾ ശരിയാക്കാൻ. ഇതിപ്പോ ബിസ്കാണ്ട് തന്നെ വെള്ളം പോലെ അല്ല, സോറി കട്ടി. പിന്നെ എന്ത് ചെയ്യുമല്ല വിസ്കി നോക്കാം നമുക്ക്. വിസ്കി നോക്കാം നമുക്ക് എന്തുണ്ടാവാന്ന്. ഇതിൽ കുറച്ച് വെള്ളമാക്കി കലക്കി വെക്കാലോ. ഇപ്പൊ വേണ്ടി കുറച്ച് പാല് കിട്ടിയാലോ നോക്കാം. നമുക്ക് ആദ്യം ട്രൈ ചെയ്തിട്ട് ഇത് നമുക്ക് ഇതൊന്ന് വിസ്കി നോക്കാം. വിസ്കി ചെയ്തിട്ട് എന്താ ഉണ്ടാവാ നമുക്ക് നോക്കാലോ. ഇത് വിസ്കി ചെയ്ത് നമുക്ക് ഇങ്ങനെ ഐസ്ക്രീം പോലെ ആക്കി എടുക്കണം. ഞാൻ വിസ്കൊണ്ടിരിക്കുമ്പോ അവന് വിസ്കണതാക്കി. അപ്പൊ ഞാൻ അവന് വിസ്കാൻ കൊടുത്തു. നന്നായി വിസ്കുന്നുണ്ടോ അവന് പണിയറിയാം. ഇതിന്റെ പരിപാടി ഇങ്ങനെയാ. ഒരു മിനിറ്റ് കാണിച്ചു കൊടുക്കാം. കണ്ടോ ഇപ്പൊ നേരത്തെ വെള്ളം പോലെയാണ് കുറച്ചുകൂടി കട്ടി നിങ്ങൾക്ക് കാണുന്നതാണ്. ഇവിടെ അതെ ഇതുപോലെ കട്ടി ഏകദേശം ആയി തുടങ്ങി. ഇനി കുറച്ചുകൂടി ആയി കഴിഞ്ഞാൽ സെറ്റാണ്. ഞാനേ നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. ഇത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്. ഇത് ഒരുക്കി നമ്മുടെ നെസ്ലെ കൂടി ചേർത്തിട്ട് വേണം നമുക്ക് പരിപാടി ഇത് ഫിനിഷ് ചെയ്യാൻ. നല്ല ഷീഡു ഡാർക്ക് ചോക്ലേറ്റ് പൊളിച്ചു വന്നപ്പോ അല്ലേ നല്ല മണല്ലേ. ഇടുമണം ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊക്കോ പൗഡർ കൊണ്ട് എടുക്കണ്ട. ഇതിനിപ്പോ ആവശ്യമില്ല, ഇത് മാറ്റി വയ്ക്കാം. ഇതോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇതാണ് ഞങ്ങള് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വിചാരിക്കാൻ കാരണം. അവസാനം അത് വേണ്ട. ഞങ്ങള് ഓവൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുക ചോക്ലേറ്റ് ഒന്ന് അലിയിപ്പിച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഓവൻ്റെ ഉള്ളിൽ പേടിച്ചിട്ട് നിൽക്കണം. ഓവൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഞങ്ങൾ വെക്കും. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഓവനിലൊക്കെ വെച്ചത് ഉരുക്കാൻ പറ്റുമോ തന്നെ. ഒരു മിനിറ്റ് ആയി. എന്നാലും ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഓവനിൽ വെച്ച് നമുക്ക് ചോക്ലേറ്റ് വൃത്തിക്ക് ഒരുക്കാം. നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് ചോക്ലേറ്റ് ഒരുക്കി കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വാങ്ങിയ വിപ്പിംഗ് ക്രീമിനോട് സംശയമുണ്ട്. ഇത് ഇങ്ങനെയൊക്കെയായി. ഇത് വേറെന്താ സാധനം. അത് ദൈവമേ വെള്ളമൊക്കെ വരുന്നുണ്ട് ഇതിന്. നിന്റെ എന്റെ ആൾക്ക് കണ്ടപ്പോഴേ തോന്നി ഇത് മൂച്ചാളാന്ന്. അപ്പൊ ഇനി ഓരോ വഴി ഞങ്ങൾ കടയിൽ പോയിട്ട് വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ട് വരാം. പോയിട്ട് വരാം. എന്തിനാണ് മിക്സിയിൽ അടിച്ചു നോക്കിട്ട് ഇത് പഴയ അവസ്ഥയിൽ വന്നു. അവരൊരു ആഗ്രഹം അത് മിക്സിയിൽ അടിച്ച് നോക്കാൻ. എന്തെങ്കിലും ആയാലോ എന്താണ് ഉദ്ദേശിക്കണേ. അടിക്കും തോറും വേറെ എന്തോ ആവുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം പോയിട്ട് വിപ്പിംഗ് ക്രീം വാങ്ങാൻ ഇറങ്ങിച്ചു. രാവിലെ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇത് ഏറ്റവും മികച്ച തീരുമാനം. കാരണം ഇത് വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഒരു 7 മണി കഴിഞ്ഞാൽ കടടക്കിയവന്മാര് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂഞ്ചിരുന്നാണ് ഞങ്ങൾ. അതാണ് കേട്ടോ നമ്മുടെ ഓസ്ട്രിയ. നല്ല ഭയങ്കര മനോഹരമാണ് കാണാൻ. ഓസ്ട്രിയ ഭയങ്കര മനോഹരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനെത്ര പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞങ്ങളെപ്പോലെ ഭയങ്കര മനോഹരമാണ് ഓസ്ട്രിയ. അത് അവിടെ കണ്ടോ, അവിടെ മരത്തോക്ക് മരം എന്ത് രസമല്ലേ. പൂവിരിഞ്ഞാക്കണ എന്ത് രസമാണ്. ഇതാണ് ഇത്. ഈ വ്യൂസ് ഒക്കെ കാണാൻ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ മരങ്ങളും പൂക്കളും കാണാൻ മാത്രം നിങ്ങൾ ഓസ്ട്രേലിയക്ക് വരുന്നത് അറിയുള്ളൂ. ഈ സംഭവം ഇതൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ ഓസ്ട്രേലിയ വന്നതിന് ശേഷമാണ് ഇത്രയും ഭംഗിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കട. വിപ്പിംഗ് ക്രീം വാങ്ങാനായിട്ട് നമ്മൾ വന്ന കട. ഈ സെക്ഷനിൽ നിന്നാണ് ഞങ്ങൾ ഈ സാധനം മൊത്തം എടുത്തത്. ഇതാണ് അയ്യോ കഴിഞ്ഞ അല്ലേ. ഇതാണ് സാധനം. ഇതാണ് ഞങ്ങൾ വാങ്ങിയ സാധനം. ഇത് വെള്ളമായി പോണ്ട് പിടിച്ചത്. ഇപ്പോൾ വെള്ളമാണിത് അല്ലേ. ഇന്ന് ഞങ്ങളുടെ സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെള്ളമൊന്നുമല്ല വേറെന്തോ ആയി. ഇത് പക്ക വെള്ളമല്ലേ. ഇതിപ്പോൾ കൊണ്ടുപോയി സെറ്റാവും. ഇന്ന് പ്രതീക്ഷിക്കാം. പഴയ വിപ്പിംഗ് ക്രീം പാലാണ് കൊണ്ടിട്ട് ഇത് വന്നത്. ഇത് പാലാണ് കൊണ്ടിട്ട് അല്ലേ. പാലാണ്. അതെ ഇതില് പാലാണ് വന്നിട്ടില്ല. കാണാണ്ടെന്ന് പറഞ്ഞാൽ പാല്. ചെക്കനത് വെണ്ണയൊക്കെ വന്നിട്ട് മാറ്റി വയ്ക്കുക. വെണ്ണയോ നെയ്യോ എന്തോ. അപ്പൊ നമ്മുടെ അറ്റംപ്റ്റ് നമ്പർ 2 തുടങ്ങാൻ പോവാണ്. അടുത്തത് ഇതിങ്ങനെയാണ് ഈ സാധനം വരേണ്ടത്. കണ്ടോ പാല് പോലെ. പക്ഷെ നമ്മൾ നേരത്തെ വെച്ചപ്പോ പാല് പോലെ അല്ല വന്നത്. അതാണ് പ്രശ്നം. ഇനി നമ്മളിത് ബിസ്ക്കറ്റ് ഇട്ടാൽ മതി.
കണ്ടോ സാധനം ഇത് ഇങ്ങനെയാണ് വരേണ്ടത്. കണ്ടോ പക്ക ഐസ്ക്രീം പോലെ വന്നു തുടങ്ങി. ഇത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ വിസ്ക് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കാം. ചെക്കൻ പരീക്ഷണാർത്ഥം അത് ചൂടാക്കിയത് ശരിക്കും നെയ്യ് പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇത് നെയ്യ് ഞാൻ തോന്നുന്നുണ്ട്. എന്താ പറ്റുന്നത് ദൈവത്തിനറിയാം. പിരിഞ്ഞതാണോ നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കിയ സാധനം എന്താ പറ്റിയത് ദൈവത്തിനറിയാം. അതായത് പോയില്ല ചെക്കനത് ബുദ്ധിപൂർവ്വം ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ നല്ല രീതിയിൽ ഇത് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഐസ്ക്രീമിൽ ചേർക്കണം. പക്ഷെ ഇത് ഭയങ്കര ഡാർക്കാന്ന് കഴിച്ച കൂട്ടുകാരൻ പറഞ്ഞത്. തന്നെ ഇങ്ങനെ 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 കറക്റ്റായിട്ട് അടിച്ചടിച്ച് വരും. ഇങ്ങനെ ആക്കി വരും. നല്ല ഡാർക്കാട്ടോ. അത്യാവശ്യം ഡാർക്ക് നല്ല കയ്പുണ്ട് ചോക്ലേറ്റ്. കണ്ട സംഭവം ഇങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നല്ല പോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് സാധനം വരും. ഇനി കുറച്ചൊന്നും കൂടി സെറ്റാവാണ്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് ഒന്നുകൂടി സെറ്റാക്കി എടുക്കാണ്ട് റെഡി. അപ്പോൾ അതായത് നമ്മുടെ മറ്റേ എന്താ പറയുക മറ്റേ ഇത് സെറ്റായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം സെറ്റാക്കി ഇടുന്നുണ്ട്. വിപ്പ് ചെയ്ത് അതായത് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റും പിന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്യുക. അത്ര രണ്ട് പരിപാടി. ഇനി ഇതിങ്ങനെ നന്നായി ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ കളർ തന്നെ ഉണ്ട്. അതാണ് പരിപാടി. ഇത്രയുള്ള പരിപാടി. ഇപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന സാധനങ്ങളൊന്ന് ഇങ്ങനെയല്ലേ ഉണ്ടാക്കാൻ പഠിക്കുക. എനിക്ക് ഉണ്ടാക്കാൻ പഠിക്കുക. ഇതൊക്കെ നമ്മളറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. കണ്ടൻസ് മിൽക്ക് പറ്റി ഇനി നമ്മുടെ ചോക്ലേറ്റ് മിക്സിലേക്ക് ഇതൊക്കെ കൂടി മിക്സിലേക്ക് നമ്മുടെ കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചാൽ ആഹാ പ്രമാദം അടിപൊളി. ഇനി ഞങ്ങളൊന്ന് ഇളക്കട്ടെ എന്നിട്ട് നോക്കാം ടേസ്റ്റ്. കാണുമ്പോൾ തന്നെ അടിപൊളി. കാണാൻ നല്ല ഈസി ഉണ്ട് കേട്ടോ. ഇത് നമ്മളിത് ഫ്രീസ് എടുക്കലാണ് കളി. ആ ബേസിലായോ ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ കഴിച്ചോ. ടേസ്റ്റ് നോക്ക് കാര്യ ആ എടുത്തോ അല്ലേ സക്സസ്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി. ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്തെടുക്കുമ്പോൾ നല്ല കുഴപ്പം സാധനം കിട്ടും. നമ്മൾ ഇതിലേക്ക് മാറ്റി ഇതിനൊരു പ്ലാസ്റ്റിക് അതുകൊണ്ട് ചുറ്റെടുത്ത് വെക്കാനാണ്. അപ്പോൾ അതേ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ഫ്രീസറിൽ കയറ്റണം. അങ്ങനെ എങ്ങനെ തുടങ്ങിയ യുദ്ധാന്നറിയോ മൂഞ്ചിന്ന് വിചാരിച്ചാ അല്ലേ. സത്യത്തിൽ ഞങ്ങൾ മൊത്തം കഴിഞ്ഞ വിചാരിച്ചേ. പക്ഷെ അവസാനം നമ്മൾ സക്സസ് ആക്കി എടുത്തു. അപ്പൊ നമ്മള് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 4-5 മണിക്കൂർ ഇത് ഫ്രീസ് ചെയ്തെടുക്കണം ഫ്രീസറിലേക്കാണ്. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം സെറ്റ് ആക്കി എടുത്തു. ജീവിതത്തിലെ ആദ്യത്തെ വിജയമാണത്. അത് ഞങ്ങൾ ഒരുപാട് നിനക്ക് അത് പറയാനുണ്ടോ? ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം. എങ്ങനെ ഞങ്ങള് തട്ടം നടക്കാണ്ട് സാധനം സെറ്റ് ആക്കി എടുത്തു. ഇനി ഇത് തിന്നിട്ട് നിങ്ങൾക്ക് കുറച്ചായിട്ട് കാണിച്ചു തരാം. അപ്പൊ ശരി ഒരു ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് വരാം. ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ഒരു സാധനം കാണിച്ചു തരാം. നെയ്യ് അതിൽ നിന്ന് ഊറ്റിയെടുത്ത ഞങ്ങളുടെ നെയ്യ് അത് നെയ്യായിട്ട് തന്നെ വന്നു. ഞാൻ ആ പൈസ വെറുതെ പോയെന്ന് വിചാരിച്ചേ. അവനത് അങ്ങനെങ്കിലും ആക്കിയെടുത്തു. മുതലായി. അങ്ങനെ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച സാധനം രാവിലെ ഇരുന്നിട്ട് ഡ്രസ്സൊക്കെ മാറി. ഞാൻ മാത്രം മാറി, എല്ലാവരും മാറിയിട്ടില്ല. എന്നിട്ട് വീഡിയോക്ക് വേണ്ടിട്ട് ഇതാണ് നമ്മുടെ ഐസ്ക്രീം. ലുക്കൊക്കെ ഉണ്ട് കാണുന്നുണ്ട്. കിലോയ്ക്കാണ് ഡ്രസ്സിന് കണ്ടിന്യൂഷൻ വേണ്ടേ? അതായത് കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ പോയില്ലേ? കണ്ടിന്യൂഷൻ പോയി. ഐസ്ക്രീം ഒക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഷോർട്ട് വീഡിയോയില്. എന്നാലും ലോങ് വീഡിയോയില് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലേ? പക്ഷെ ഒന്ന് ഫ്രീസ് കൂടിപ്പോയി നോക്കാം. കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആവുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ആ ഐസ്ക്രീം പോലെ തന്നെ കഴിക്കാം. ഡീപ് ഫ്രോസ്റ്റ് ചെയ്യണോ? ടേസ്റ്റ് കറക്റ്റ് അല്ലേ? താഴെ വെച്ചാൽ മതിയില്ല. അതായത് ഇവിടെ വെച്ചൊന്ന് മെൽറ്റാവും. പക്ഷെ ഇതിങ്ങനെ പൊടിഞ്ഞു വരാൻ പാടില്ലല്ലോ. കുറച്ചും കൂടി ഇങ്ങനെ സംഭവം സെറ്റാണ്. കുറച്ച് ഫ്രീസ് ചെയ്ത് കൂടിപ്പോയെന്ന് സംശയം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റ് ഒക്കെ പക്ക. അപ്പൊ ശരി, അടുത്ത യുദ്ധങ്ങളായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. അപ്പൊ ശരിട്ടാ.